ഇപ്പോൾ നമുക്കൊപ്പം ദിവ്യ ദിവാകർ കൂടി ചേരുകയാണ്. ദിവ്യ, ഇവിടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈംഗിക ചൂഷണം തന്നെയാണ്. അവിടെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ റിപ്പോർട്ടിന്റെ പേജുകൾ അധികവും നീക്കിവെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ്. ഈ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്, ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയെങ്കിൽ പോലും പിന്നീട് ഇവർ കൂടുതൽ പേരെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് നമുക്കത് വായിക്കാൻ കഴിയുമ്പോൾ മനസ്സിലായത്, നമ്മൾ മുൻപ് തന്നെ കേട്ട് അറിഞ്ഞിരുന്ന കാര്യങ്ങളിൽ വലിയ വെള്ളം ചേർക്കലൊന്നും ഇല്ലാതെ സത്യസന്ധമായ ആ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അവിടെയാണ് സിനിമയുടെ ഭാഗമായിരുന്ന, അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, പലതിനും സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്ന ഒരു കമ്മിറ്റി അംഗം ഈ രീതിയിൽ ഭിന്നമായ, മറ്റ് രണ്ടുപേരിൽ നിന്നും ഭിന്നമായ ചില അഭിപ്രായങ്ങൾ എഴുതുന്നത്, അതിൽ ചിലത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായി മാറപ്പെടുന്നത്. അതെ, ശരിക്കും പറഞ്ഞാല് ഈ കുറെ ദിവസങ്ങളായിട്ട് ശരിക്കും ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം തോന്നിപ്പോയ കുറെ ദിവസങ്ങളാണ് കടന്നത്. സത്യത്തിൽ വളരെ വേദന തോന്നിയ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു, അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സ്ത്രീകളുടെ ഒരു ആത്മാഭിമാനം, അവരുടെ ഒരു കരുത്ത്, സിനിമാ മേഖലയിൽ സ്ത്രീകൾ കാണിച്ച ഒരു തന്റെ ഇടം, ശരിക്കും അതിനൊക്കെ ശരിക്കും ബഹുമാനിച്ചു പോയി. കാരണം ഹേമ കമ്മിറ്റിയുടെ മുന്നില് അവർ പറഞ്ഞ കാര്യങ്ങൾ, വളരെ രഹസ്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, അത് പലതും മൂർച്ചു മാറ്റപ്പെട്ടു, പലതും പൂഴ്ത്തി വെക്കപ്പെട്ടു. ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടല്ല നമ്മുടെ മുന്നിൽ വന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ പൂഴ്ത്തി വെച്ചു കഴിഞ്ഞാല് ഞങ്ങൾ മുഖം മറയ്ക്കാതെ, ഞങ്ങൾ പരസ്യമായി രംഗത്ത് വന്ന് എല്ലാം തുറന്നു പറയും, അതിനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തെളിയിക്കുകയായിരുന്നു ഈ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും റവല്യൂഷനാണ്. ശരിക്കൊരു ചലച്ചിത്ര വിപ്ലവമെന്നോ അങ്ങനെ ഒരു സെല്ലുലോയിഡ് റവല്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ട, അങ്ങനെ ഒരു പേരിട്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വിപ്ലവം ആണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവൻ പണയം വെച്ചിട്ട്, അവരെ കരിയർ പണയം വെച്ചിട്ട് ഒരു പക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്ന് വരെയുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ സ്ത്രീകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രേവതി സമ്പത്ത്, അവരെ നടത്തിയ മിക്കവാറും ചാനലുകൾ അവർ സംസാരിച്ചു, അവരുടെ ഉള്ളിൽ നിന്ന് അവരനുഭവിക്കുന്ന പെയിൻ എന്താന്നുള്ളത് അവരുടെ വാക്കുകളിലും കണ്ണുകളിലും വ്യക്തമാണ്. മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ണു നിറയാതെ കണ്ടിരിക്കാൻ പറ്റില്ല അവർ പറയുന്ന വെളിപ്പെടുത്തലുകൾ. അപ്പൊ അത്രത്തോളം സ്ത്രീകള് വേദനയും സങ്കടവും സഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന് എങ്ങനെയാണ് ഇത്ര പരിഹാസത്തോടുകൂടി ഇത് ഒരു വെറും പ്രഹസനമാണ്, വെറും ഷോയാണ് എന്നൊക്കെ ഒരാൾക്ക് പറയാൻ കഴിയുക? അതും ഒരു സ്ത്രീക്ക് ഇത്രയും കാലം ഫിലിം ഫീൽഡിൽ നിന്ന, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടവർക്ക് അനുഭവം ഉണ്ടാവും, ഒരു സംശയമില്ല. കാരണം ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്നവർ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നത് അത് വലിയൊരു ആത്മവഞ്ചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് മരിച്ച പ്രഗത്ഭയായിട്ടുള്ള നടി KPSC ഉള്ളത് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എത്രത്തോളം ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. വ്യക്തമായി അടൂർ ഭാസിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇയാള് അത്രത്തോളം അവരെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി അവരെ പിന്നാലെ നടന്നിട്ടുണ്ടെന്നും അവരെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണല്ലോ ശാരദയും നമ്മുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അവർ ഇതിനെക്കുറിച്ചൊന്നും അവെയർ ആയിരുന്നില്ലേ? ഇതൊന്നും അവരറിഞ്ഞിട്ടില്ലേ? അപ്പൊ അത് പച്ച കള്ളമാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ റിപ്പോർട്ട് തന്നെ 4 പേജോ 7 പേജെങ്ങാണ്ടുള്ള ഒരു സെക്ഷൻ മാത്രമാണ് അവർക്കുള്ളത്. അത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ശക്തമായ ഒരു സാധനമാണെങ്കിൽ അതിലൊരു കറുത്ത അധ്യായമായിട്ട് വേണമെങ്കിൽ നമുക്ക് ശാരദയുടെ ഭാഗത്തെ മാറ്റിവെക്കാം. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ എക്സ്പോസ് ചെയ്ത വസ്ത്രധാരണവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേഷവിധാനങ്ങളാണ്, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന പിന്തിരിപ്പനായിട്ടുള്ള ഒരു സെക്ഷനാണ് അവരുടെ ഭാഗത്തുള്ളത് റിപ്പോർട്ട്. പിന്നെ കുറച്ച് ഈ ടോയ്ലറ്റ് വേണം, ടെമ്പററി ആയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം വേണം, ഇങ്ങനെ കുറച്ച് കാഷ്വൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ വയസ്സായ നടികൾക്ക് അവർക്ക് പെൻഷനും അവരുടെ വെൽഫെയറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്തരം ചില കാര്യങ്ങളല്ലാതെ അതിന് വളരെ പുരോഗമനപരമായിട്ടുള്ള റവല്യൂഷനായിട്ട് യാതൊരു കാര്യവും അതിലില്ല. ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഹേമയും KD വത്സലകുമാരിയും തന്നെയാണ് ആ റിപ്പോർട്ടിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു
ജെൻഡർ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റു രണ്ടുപേരുടെ കാര്യത്തിൽ ആ സെലക്ഷൻ വളരെ കറക്റ്റായി. പക്ഷെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പം അത് വളരെ റോങ് ആയ ഒരു വ്യക്തിയാണ് സർക്കാർ സെലക്ട് ചെയ്തെന്നുള്ളത് പറയേണ്ടി വരും. ഈവൻ ഷീലയെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരുപാട് ഭേദമായിരുന്നു. കാരണം ഷീല ഇന്നും നടത്തിയ ചില പ്രസ്താവനകൾ വളരെ പുരോഗമനപരമായിട്ട് തോന്നി. അത് ചോദിക്കുന്നത് നമ്മുടെ ഒരാൾ കടന്നു പിടിക്കുമ്പോൾ കയറി പിടിക്കുമ്പോൾ നമുക്ക് അപ്പം സെൽഫി എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇയാളെന്നെ കയറി പിടിച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നടികൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളൊക്കെ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. WCC അഭിനന്ദിക്കണം. അവരെത്രയോ പുരോഗമനപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ നിലനിന്നിരുന്ന ശാരദയുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അത് വളരെ പിന്തിരിപ്പനാണ്. ഇന്നിപ്പോ ഇവര് ഈ പറഞ്ഞൊരു പ്രസ്താവന നടത്തിയത് എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ പേര് ആകെപ്പാടെ എന്താ പറയാ ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ പ്രതികളാക്കപ്പെട്ട ചില ആളുകൾ, സിദ്ദിഖും മുകേഷും ഒക്കെ എന്താവും അവസ്ഥ എന്നുള്ള അത്രത്തോളം അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ഭയചകിതരായിട്ട് ഓടി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇപ്പോ. ഇവര് പല രീതിയിൽ നമുക്ക് സൈബർ ലോകത്ത് തന്നെ ഫേസ്ബുക്കിൽ പോലും കാണാം. അവര് നമ്മളെ മേലെ അവർ കമന്റിന്റെ മുകളിൽ പോലും നമുക്ക് നേരെ വരുന്ന അറ്റാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവര് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ശാരദയെ പോലുള്ള വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവരെ മേലുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാവണം ഇന്ന് അവർ ഈ രീതിയിൽ ഇത്രയും പിന്തിരിപ്പനായിട്ടുള്ള ഈ പറഞ്ഞ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെ ഇങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞതിന്റെ ഒരു കാരണം ഈ പ്രതികളുടെ സ്വാധീനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ